എന്ത് ചേച്ചിനെ കൂടുതൽ ഭയപ്പെടുത്തണം? മോശം സ്ക്രിപ്റ്റ് അതാ മോശം സംവിധായകനാ? മോശം സംവിധായകൻ. മോശം സംവിധായകൻ. നല്ല സംവിധായകൻ മോശം സ്ക്രിപ്റ്റിൽ എങ്ങനെയെങ്കിലും വലിച്ചപ്പുറത്തിടും. നല്ല സംവിധായകർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നടുക്കടലിലാണല്ലോ ദൈവമേ പെട്ടതെന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? പിന്നെ എന്താ എന്നിട്ട് അവരോട് പറയാ? ഞാനൊരു സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്, ഇറങ്ങി. ഞങ്ങൾ 2 രൂപ കൊണ്ടിക്കൊണ്ട് വർക്കാവാതെ ഞാൻ സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസം വർക്കാവുന്നില്ല എന്ന് പരസ്പരം മനസ്സിലായിട്ട് തീരെ നിർത്തിലേ പോവും. എന്നുവെച്ചാൽ നമ്മളങ്ങനെ അവിടെ കയറി തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊക്കെ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടേ അതൊന്നും ശ്രദ്ധിക്കാതെ അഭിനയിക്കാൻ എനിക്കറിയാം. ഇപ്പം നമ്മുടെ ജോലി മാത്രം ചെയ്യുക, തിരിച്ചു പോരുക. അതെന്നെ പഠിപ്പിച്ച സീമ ചേച്ചിയാണ്. ഏത് പടം? മാര. ഓക്കെ ഓക്കെ. ആ സിനിമ നല്ലതായിരുന്നു. അതിന് ആ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ, ചേച്ചി ആ സിനിമയിൽ ഒരു ബസ്സിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു. അവർക്ക് വെള്ളം വേണമായിരുന്നു. പിന്നെ വേറെ എന്തോന്നോ ആർട്ടിലെ ഒരു സാധനം മറിഞ്ഞു വീണ് കിടന്നു. അപ്പം ഞാൻ ഈ സാധനം മറിഞ്ഞു വീണേന്ന് പറഞ്ഞ് താഴെ കൊണ്ടുപോയി ആർട്ടുകാർക്ക് കൊടുത്തു. ഈ സാധനം മറിഞ്ഞു വീണു. നാടകക്കാരിയാണല്ലോ. ഈ കുട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി വെള്ളം വാങ്ങിച്ചോണ്ട് കൊടുത്തു. അപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ സിംസിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യവും അന്വേഷിക്കുന്നു, എല്ലാവരുടെയും കാര്യത്തിന്. സിംസിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്നോട് കാരവനിൽ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കാരവനിൽ പോയി. എന്താ ചേച്ചി നിനക്ക് എന്നെ നീ ഏതൊക്കെ വന്ന പാത്ത് വള്ളു പറഞ്ഞ് അവരവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അഭിനയിച്ചോണം. നിൻ്റെ റോൾ, ആ കോൺസെൻട്രേഷൻ പോകും നിനക്ക് അഭിനയിക്കുമ്പോൾ. അത് മാത്രം. ചേച്ചിയൊക്കെ മിണ്ടൂല, ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാം, പണി ചെയ്യാൻ തിരിച്ചു. അത് മാത്രം ചെയ്യാനാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ്. എന്നുവെച്ചാൽ ശരിയാണ്, നമ്മൾ ചെതറിപ്പോകാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിച്ച്, ഈ കാര്യം ശ്രദ്ധിച്ച്, അവരുടെ കാര്യം ശ്രദ്ധിച്ച്, ഒരു സാധനം വീണുപോയി അത് എടുത്തുകൊണ്ട് നടന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാത്രം മിണ്ടാതിരുന്ന് ഫോക്കസ് ചെയ്ത് അഭിനയിച്ചിട്ട് തിരിച്ചു പോകാൻ പഠിക്കണ്ടേ. സീനിയേഴ്സിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നീലത്താമര അഭിനയിച്ചതുകൊണ്ട് MT സാറുടെ ഓർമ്മയിൽ പെട്ടു എന്നുള്ളത് വലിയൊരു അംഗീകാരം. കുഞ്ഞുമാളവ് നേരത്തെ അവസാനം വരെയും വിളിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുമാളവിൻ്റെ സ്തോഭം എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ലാൽജോ സാറും പറഞ്ഞത് അങ്ങനെ, സാറിനോടും പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം വരെ കുഞ്ഞുമാളവ് നേരത്തെ വിളിക്കുന്നത്. ഹേ ഫെസ്റ്റിവലിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു എൻ്റെ കുഞ്ഞുമാള് വിളിച്ചോണ്ടേ വന്നു. അതൊക്കെ വലിയ ഭാഗ്യം. ശാരദമ്മേനെ കണ്ടപ്പോൾ വലിയ നടിയാണ്. ഞാൻ നീലത്താമരെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അവരാണെങ്കിൽ ഒരു തൊഴിലൊക്കെ ഞാൻ അയ്യോ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ജയപ്രഭ എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട് തെലുഗു. അവരെയും ഇപ്പോഴും ഞാനൊരു ഭയങ്കര കൂട്ടാണ്. എല്ലാ ദിവസവും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരും അവരുടെ. പിന്നെ ഫാം എന്തെങ്കിലുമൊക്കെ പ്രത്യേകതരം നെയ്ത്തിൻ്റെയൊക്കെ പുതിയ സാരിയൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഒരുപാട് ഫാമേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് അയച്ചു തരും. അവരെഴുതും, നന്നായിട്ട് എഴുതും, ഭയങ്കര പൊളിറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ കുറിപ്പുകളൊക്കെ എഴുതി തരും. ഇപ്പോൾ ഒരു US പോയിരിക്കുക മോനെ കാണാനായിട്ട്, മക്കളെ കാണാനായിട്ട്. ഇപ്പോഴും ഭയങ്കര കൂട്ടാണ്. അതാണ് അത് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെ ശശിഭൂഷൺ സാറ് പറഞ്ഞിട്ടാണ് ഇത് പറയാൻ പോകുന്നത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ചൈത്രം ഹോട്ടലിൽ പോയി, അപ്പോൾ ഇവർക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിങ്ങനെ അവരുടെ റൂമിൻ്റെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ ആരോ വന്ന് പറഞ്ഞ് അകത്ത് വിളിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് MT സാർ ഇങ്ങനെ കൈ കാണിച്ച്, അയാൾ വന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ സാർ ഇങ്ങനെ കൈ കാണിച്ചു. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ജയപ്രഭ മാമിന് അമ്പലത്തിൽ പോകണം. വാ ഷീസ് ജയപ്രഭ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ജയപ്രഭ മാമിനെ എന്നെ പരിചയപ്പെടുത്തി. ഷീസ് പാർവതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെയൊക്കെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് തമാശകളൊക്കെ ആയി, സംസാരമൊക്കെ ഇരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വർത്തമാനം ജയപ്രഭ മാം വാസു ത്രോ അവേ യുവർ ബീഡി. ഇത് ഞാൻ ത്രോ അവേ വാസു നമ്മളയ്യോ സാറാണെങ്കിൽ എന്നെ നോക്കുന്നത് അയ്യോ ചെറിയ ചമ്പലായില്ലേ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് ആര്യനിവാസിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ചൈത്രത്തിൽ കൊണ്ടാക്കി അമ്പലത്തിൽ പോയിട്ട് അതൊക്കെ നല്ല ഓർമ്മയാണ്. അപ്പം ഇച്ചിരി നേരമാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയുടെ ഒരു ഇത് മലയാള ഭാഷ നമ്മളും ഉപയോഗിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും. ആളൊരു വട്ടം പ്രസംഗിച്ചപ്പം പറഞ്ഞാണ്, ഇപ്പം ഭാഷ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലാക്കിയിട്ട് റിട്ടേൺ ചെയ്യുന്ന പ്രത്യയങ്ങളുടെ സഹായത്തിലാണ് നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നത്, അത് മാറണമെന്ന്. ഞാൻ നല്ല ഭാഷ സുകുമാർ അഴീക്കോട് സാറ്, സാനുമാഷ്, MT സാറൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അച്ഛൻ വയലാരാമവർമ്മ ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ അടുത്ത് പരിചയപ്പെടാനും N കൃഷ്ണപിള്ള സാറ് വിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടി അടുത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടി അയ്യോ മാധവിക്കുട്ടി നല്ല പരിചയമായിരുന്നു എനിക്ക്.
അപ്പോൾ സംസാരിക്കുന്നതേ ഭാഷ ഉപയോഗിക്കുന്ന രീതിയുണ്ടല്ലോ, എന്തൊരു ശുദ്ധിയാണ്. ഇതേ കാര്യം നമ്മളും ഉപയോഗിക്കുന്നു മലയാളം എന്നും പേരിൽ. സുമാരടി കൂടെ എന്തോ ആരെക്കുറിച്ച് ഇങ്ങനെ എന്തൊരു ദുരാഗ്രഹമാണ് എന്നിങ്ങനെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ, നമ്മളെപ്പോഴും പറയുമോ ആ വാക്ക്, ദുരാഗ്രഹമാണ്, ദുരാഗ്രഹമാണ് പറയുമ്പോഴേ ഒരു വേറെ തരം വാക്കുകൾ പറയും. ഭയങ്കര കേൾക്കാൻ ഭയങ്കര ഇമ്പമായിരിക്കും ആ വരിക്കകത്ത്. നമ്മൾ പറയുമ്പോൾ എന്തോ പോലെ നമ്മൾ പറയും തമിഴ് ഭയങ്കര ലിറിക്കലാണ്. നന്നായിട്ട് പറയാൻ അറിയാവുന്നവർ സംസാരിക്കുന്നതായിട്ട് അത് ലിറിക്കലാണ്. പിന്നെ ബി ആർ പ്രസാദ് ഒഴുകും. ഇതൊരു ശുദ്ധിയായിരുന്നു സംസാരിക്കുന്നതിന് പ്രസാദ്. ഭയങ്കര അറിവും. ഓ, അറിയുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങറ്റം വരെ. ഈ രാഗങ്ങളൊന്നും പാട്ടുകാർക്ക് അത്ര അറിയണ്ടോന്ന് അറിയണ്ടാവില്ല. ഇല്ല, പ്രസാദിനെ ഒരു ഇതിനെ വിളിച്ചല്ലോ, അവർ മാറി 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 രാഗം പാടിക്കൊണ്ടിരുന്ന് പ്രസാദ് പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൈതപ്രത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഏഷ്യാനെറ്റ്. അതിൻ്റെ പ്രത്യേകതകളും എല്ലാം. പാടത്തില്ല പ്രസാദ്. അതെ, പാടില്ല. നാടകം, സാഹിത്യം, കഥകളി, ഫോക്ലോറ്, ഏത് മേഖലയും. പ്രസാദിൻ്റെയൊക്കെ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ വെറുതെ ഇരുന്ന് ഒന്നും ചെയ്തില്ല. 2-3 മാസം മുമ്പ് ഞാൻ വിട്ടിപ്പോൾ സ്ക്രിപ്റ്റുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓരോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളാണ്. ഏഷ്യാനെറ്റിലെ ഒരു ഘട്ടം, തുടക്കത്തിൽ ശശികുമാർ സാറൊക്കെ ഉണ്ടായിരുന്ന കാലത്തിലെ ഒരു ഘട്ടം. ഇപ്പോഴും ആ ആൾക്കാരുമൊക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ്. നിർമ്മലയും രാജലക്ഷ്മിയും റജിയും, അന്ന് ഏഷ്യാൻ്റെ ഉണ്ടായ ശരത് സാറും, ആ ഒരു എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ലൈബ്രറിയിലുണ്ടായിരുന്ന നിർമ്മല, റെജി, രാജലക്ഷ്മി, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് കൈരളിയും തുടക്കകാലമാണല്ലോ, അതും വേറൊരു നല്ല പീരീഡായിരുന്നു. ഈ ശ്രീകാന്തും പാലിയും ഒക്കെ ഉള്ള വേറൊരു കാലഘട്ടം. സൂര്യ ടി വിയിൽ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ദൂരദർശൻ, അങ്ങനെ പല പല മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പഠിത്തം ഇപ്പം ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നല്ലോ, അതെവിടുന്ന ഫയർ വന്ന് LLB ജോയിൻ ചെയ്യാം എന്നൊക്കെ? നമ്മൾ ഏതെങ്കിലും തരത്തിൽ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി, നമ്മൾ തിരിച്ച് കയറി വരും. കൈരളിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്ന ഒരു മോശം പീരീഡാണ് മോനെ. കൈരളിയിൽ പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നിട്ട് കുറേ കട എന്ന് വെച്ചാൽ ഇങ്ങനെ അവർ ഒരു അബ്രപ്റ്റായിട്ടാണ് ശമ്പളം നിന്ന് പോയത്. പിന്നെ എൻ്റെ മോനൊരു ഫിറ്റ്സൊക്കെ വന്നിട്ടുള്ളൊരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസും പരിപാടിയൊക്കെ ആയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ശമ്പളം നിന്നുപോയി. അപ്പോൾ അടുത്ത മാസം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുമല്ലോ, അടുത്ത മാസവും കിട്ടുന്നില്ല, അതിൻ്റെ അടുത്ത മാസം അതൊരു 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ, ഭയങ്കര മോശം അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. കാരണം നമ്മൾ ഈ നിൽക്കക്കള്ളിയില്ലാതെ ഇന്ന് നമ്മൾ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. ജോലിക്ക് ചിലവുമുണ്ട്, ജോലി ചെയ്യാനായിട്ട് ചിലവിനും പോകണം. അപ്പം എനിക്കന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാനത് റിസൈൻ ചെയ്തിട്ട് കൈരളിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ പൈസ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം എനിക്കന്ന് 13,000 റുപ്പീസാണ് സാലറി. അപ്പോൾ അത് ഈ മാസം കിട്ടിയില്ല, ശരി, നമുക്ക് അടുത്ത മാസം ചിലവുണ്ടല്ലോ, റോൾ ചെയ്യുക. 3ാമത്തെ മാസം ആകുമ്പം 4ാമത്തെ മാസം ആകുമ്പം പെട്ടുപോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോയി. എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയും തീരും, ചിലവും ഉണ്ട്, കാര്യങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഒരു ക്രഞ്ചിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജീവൻ ടി വിയിൽ ആ സമയത്ത് സനൽ അവിടെ ജോയിൻ ചെയ്തിട്ട് എന്നെ അവിടെ ഇട്ട് ഷോ ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മമ്മൂക്കടുത്തൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഷോ ഒക്കെ ഭയങ്കര മോശമായിട്ട് പോകുന്നുണ്ട്, ശുഭദിനം ചെയ്യുന്ന രീതി ശരിയല്ല, പ്രൊമോഷന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ട് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് റിസൈൻ ചെയ്ത് ഇവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 ഷോ ചെയ്യും. അപ്പോൾ അന്നെന്തോ മാനേജ്മെൻറ്റ് മാറുന്ന ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് മാറുമ്പോൾ 2 ഷോ, അമ്മ നക്ഷത്രം എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരുപാട് ഹീറോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മമാരുടെ വെച്ചിട്ടൊരു ഷോയും, എന്നിട്ട് മദേഴ്സ് ഡേ എന്തായിരുന്നു, 2 ഷോ, ടോക്ക് ഷോ 2 ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ പൈസ റോൾ ചെയ്ത് ആ 2 ഷോയും ചെയ്തു. സനലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത്. കാരണം സനൽ പറഞ്ഞ് നമുക്ക് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മാനേജ്മെൻറ്റ് മാറും, പുതിയ മാനേജ്മെൻറ്റ് വരും, പുതിയ ആൾ വന്നിട്ട് ചാർജ് എടുക്കും. അങ്ങനെ ഒരാഴ്ച നമ്മളവിടെ ജോയിൻ ചെയ്തു. സുരേഷ് മണിമല സാർ വന്ന് ജോയിൻ ചെയ്തു. ആ സമയത്ത് പുതിയ ഒരാൾ വരുവാണ് ഇതിൻ്റെ ചാർജുമായിട്ട്. ഇപ്പോൾ ഹൊറൈസണിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പോയി. അപ്പോൾ സാലറി ഡിസ്കസ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാലറി ഒന്നും നോ ബാർ, സാലറി ഒന്നും ആലോചിക്കുകയേ വേണ്ട, എത്ര രൂപ വേണമെങ്കിലും പറഞ്ഞു തരാം, പക്ഷെ സഹോദരിയായിട്ടൊന്നും കാണാൻ പറയരുതെന്ന്.